ഹായ്, ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുമ്പളങ്ങയും തൈരും വെച്ചുള്ള ഒരു ഒഴിച്ചുകറിയാണ്. ഇതാ കുമ്പളങ്ങ ഇതുപോലെ നുറുക്കി അരിഞ്ഞെടുക്കുക. പിന്നെ അതിലേക്ക് കറിവേപ്പില, പിന്നെ സവാള, പച്ചമുളക്. ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ, നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട്. സവാള ഇതുപോലെ നുറുക്കി അരിഞ്ഞിടുക. പിന്നെ പച്ചമുളക് ഒന്ന് കീറിയിടുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കുക. പിന്നീട് നമുക്ക് അരപ്പുകൾ റെഡിയാക്കാം. തേങ്ങ ചിരകിയത്, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ചുവന്നുള്ളി, ഒരു പച്ചമുളക്, ലേശം ജീരകത്തിൻ്റെ പൊടി ചേർക്കുക. ഇത്രയും ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കുക, മിക്സിയിൽ അരച്ചെടുക്കുക. പിന്നെ അതിനുശേഷം അപ്പോഴത്തേക്കിനും നമ്മൾ അരപ്പ് റെഡിയാക്കുമ്പോഴത്തേക്കിനും ഈ നമ്മൾ അരിഞ്ഞു വെച്ച കുമ്പളങ്ങ എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുന്നു. അരപ്പ് ചേർത്ത് കൊടുത്ത് നമ്മളിതിലേക്ക് പിന്നീട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്താൽ മതിയാകും. അതിനുശേഷം അരപ്പ് ഒന്ന് വെന്ത് വരട്ടെ. നമുക്ക് ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നീട് ഇത് ഒന്ന് ചൂടാകണം. ഈ അരപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് ചൂടാകണം. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. ചോറ് പാത്രം കാലിയാകുന്ന വഴി അറിയില്ല, അതുപോലെ നല്ല ടേസ്റ്റി കറിയാണ്, അതിലൊരു സംശയവുമില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ആവശ്യമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. നേരത്തെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇതിൽ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തു. ഇതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് ഈ പരുവമാകുമ്പോഴാണ് നമ്മൾ തൈര് ചേർക്കുന്നത്. തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ തൈര് ചേർത്ത് കൊടുക്കാവൂ. പിന്നീട് നമ്മൾ തൈര് ചേർത്തതിന് ശേഷം തീ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, തീ കത്തിച്ച് കൊടുക്കുകയാണെങ്കിൽ പിരിഞ്ഞു പോകും. അപ്പോൾ കറിക്ക് ഒരു ടേസ്റ്റ് കാണില്ല. അപ്പം ഞാനിങ്ങനെ ഈ ടൈമിലാണ് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തൊഴിക്കാം. കടുക് വറുക്കുന്നതിനായി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നീട് കടുക് പൊട്ടിച്ചു. പിന്നെ ലേശം ഉലുവാപ്പൊടി, ഒരു വറ്റൽമുളക്, ഒരു തണ്ട് കറിവേപ്പില, ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നീട് ലേശം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ കടുക് വറുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. സൂപ്പർ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.